കോതമംഗലത്ത് ബാലസഭാ ഫെസ്റ്റിവൽ 2026 തുടക്കം. മെയ് 25, 26, 27 തീയതികളിലാണ് പരിപാടികൾ. നഗരസഭാ ചെയർപേഴ്സൺ ഭാനുമതി രാജു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ജനപ്രതിനിധികളടക്കം നിരവധി പേർ പങ്കെടുത്തു. കോതമംഗലം CDSന്റെ ആഭിമുഖ്യത്തിൽ 3 ദിവസം നീണ്ടു നിൽക്കുന്ന ബാലസഭ ഫെസ്റ്റിവൽ 2026 തുടങ്ങി. മെയ് 25, 26, 27 തീയതികളിൽ നഗരസഭാ ഹാളിലാണ് പരിപാടികൾ. മുനിസിപ്പൽ ചെയർപേഴ്സൺ ഭാനുമതി രാജു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ അമ്പിളി ശശാങ്കൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനൂപ് ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. പരിസ്ഥിതി സംരക്ഷണം എന്ന വിഷയത്തെക്കുറിച്ച് പ്രാധാന്യം നൽകിയാണ് ഈ ക്യാമ്പ് നമ്മൾ ആരംഭിക്കുന്നത്. ആയതിനാൽ ഈ വർഷം ഈ ക്യാമ്പിൻ്റെ വിഷയം കാർബൺ ന്യൂട്രൽ കേരള എന്ന വിഷയത്തിൽ ഊന്നിയാണ് നമ്മൾ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. കാർബൺ ഇല്ലാതാക്കുന്നതിൻ്റെ പ്രാധാന്യവും അതുപോലെ തന്നെ പരിസ്ഥിതി എങ്ങനെ സംരക്ഷിക്കാം എന്നതിനെക്കുറിച്ചുമാണ് ഈ ക്യാമ്പിലൂടെ നിങ്ങൾക്ക് അറിവ് നേടിത്തരുന്നത്. അതിനുവേണ്ടി പ്രഗത്ഭരായ നമ്മുടെ വോളണ്ടിയേഴ്സ് ഇവിടെയുണ്ട്. അതിനുള്ള 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ക്യാമ്പിൽ അതിനുള്ള കാര്യങ്ങളെല്ലാം അവർ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി ആ രീതിയിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകണം എന്നാണ് ആദ്യമായി തന്നെ എനിക്ക് പറയാനുള്ളത്. 3 ദിവസമാണ് ഈ ക്യാമ്പ് നീണ്ടു നിൽക്കുന്നത്. രാവിലെ 9:30 മണിക്ക് തുടങ്ങി 5 മണിക്ക് അവസാനിപ്പിക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ ക്യാമ്പ് ക്രമീകരിച്ചിട്ടുള്ളത്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആബിദ ടീച്ചർ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു ജിജോ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആഷ്ലി ജോസഫ്, സീനിയർ കൗൺസിലർ എൽദോസ് കീച്ചേരി, ബാലസഭ RP ലീല CK, CDS അംഗം ഹേമലത കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികളുടെ ഉന്നമനവും സാമൂഹ്യ ബോധവൽക്കരണവും ലക്ഷ്യമിട്ടാണ് കുടുംബശ്രീ ബാലസഭ എന്ന സമൂഹവേദി രൂപീകരിച്ചിട്ടുള്ളത്. നേതൃത്വ ഗുണം, ആശയവിനിമയ ശേഷി, ആത്മവിശ്വാസം എന്നിവ വളർത്തി സാമൂഹിക ഉത്തരവാദിത്തം വർദ്ധിപ്പിക്കുക, ആരോഗ്യം, ശുചിത്വം തുടങ്ങിയ മേഖലകളിൽ അവബോധമുണ്ടാക്കുക, സംഘജീവിതത്തിന്റെ പ്രധാന മൂല്യങ്ങൾ പകർന്നു നൽകുക തുടങ്ങിയ ലക്ഷ്യങ്ങളും ബാലസഭകൾ മുന്നോട്ട് വയ്ക്കുന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ 60 കോതമംഗലം.